അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. പിന്നെ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കലുണ്ട് കേട്ടോ. നമ്മളെ മോന് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് അവരൊക്കെ നമ്മൾ പഠിപ്പിച്ചിരിക്കണത് കേട്ടോ, മക്കളെ മോനൊക്കെ പഠിപ്പിച്ചിരിക്കണത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മോനോട് പറയുമോ, ഞാനിവിടെ കോയമ്പത്തൂരാണ് ഡിഗ്രിക്കൊക്കെ പഠിച്ചത്. അപ്പം ഇങ്ങനെ 15 ദിവസമൊക്കെ കൂടുമ്പോൾ നാട്ടിൽ വരുമ്പോൾ അവർക്ക് അവിടുത്തെ ചിലവിനൊക്കെ വേണ്ട പൈസ. അപ്പോൾ കുറേ ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ സഹിച്ചൊക്കെ തന്നെയാണ് അവർക്ക് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ മോൻ പറയും, പിന്നെ അല്ല മോനല്ല, ഞാൻ മോനോട് പറയും, ഇത് വലിയ പൈസക്കാരനൊക്കെ ആയാൽ ഉമ്മാനോട് കണക്കൊന്നും പറയരുത് ഇട്ടാണ്. പിന്നെ ഉമ്മ അങ്ങനെ പനക്ക് തരണില്ല. അപ്പോൾ അതേമാതിരി ഉമ്മാക്ക് ഇജ്ജ് തരുന്ന സമയത്ത് ഉമ്മാനോട് കണക്കൊന്നും പറയരുത് ഇട്ടാന്നറിയാം. അങ്ങനെ ഓന് പഠിച്ച് വലിയ പൈസക്കാരനൊന്നും ആയിട്ടില്ല. എന്നാലും പഠിച്ചോന് അൽഹംദുലില്ലാ നമ്മൾ ഒരാളെ മുന്നിലും കൈ നീട്ടാത്ത നിലക്ക് അവരെ നമ്മളെ നോക്കുന്നുണ്ട്. ഉപ്പാനും ഉമ്മാനും നമ്മളെ കുടുംബത്തിന് നമ്മൾ നോക്കുന്നുണ്ട്. അവർക്ക് വെച്ചിട്ട് അവരൊന്നും സമ്പാദിച്ചിട്ടില്ല. അവരെ സമ്പാദ്യം എന്ന് പറഞ്ഞത് അവരുമ്മ, ഉപ്പ, അവരെ കുടുംബം, അവരെ ഭാര്യ. അപ്പം അങ്ങനെ ഓൻ നാട്ടിൽ വന്നപ്പോൾ ഒരു കുറി ഞാൻ പറഞ്ഞു, എന്തോ ഒരു കണക്ക് പറഞ്ഞു. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ജുമ്മാനോട് കണക്ക് പറയരുത് എന്ന്, എനിക്കന്ന് ഞാൻ തന്നിരുന്ന സമയത്ത്. അപ്പോൾ ഓൻ പറഞ്ഞു, അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ നമ്മൾ തമ്മിലില്ലേ.